ചങ്ങനാശ്ശേരി വികസന കുതിപ്പിലാണ്. പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം തുടങ്ങിയ മേഖലയിൽ 130 കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് ചങ്ങനാശ്ശേരിയിൽ നടപ്പാക്കുന്നത്. ചങ്ങനാശ്ശേരിയിലെ വികസന കാഴ്ചയിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ 4 പതിറ്റാണ്ടോളം CF തോമസാണ് മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചത്. 2020 സെപ്റ്റംബർ 27 അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ നിലവിൽ ചങ്ങനാശ്ശേരിക്ക് MLA ഇല്ല. മണ്ഡലത്തിൽ കിഫ്ബി വഴി പല വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. സർക്കാർ സ്കൂളുകളുടെ കാര്യം ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. കിഫ്ബിയിലൂടെ പണം അനുവദിച്ച് നിലവാരം മെച്ചപ്പെടുത്തുന്ന സ്കൂളുകൾ നാടിന് തന്നെ മാതൃകയാണ്. അക്കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടാവുന്ന ഒരു സ്കൂളാണ് ഇന്ന് തൃക്കുടിത്താനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 5 കോടി രൂപയും CF തോമസ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 1 കോടി രൂപയും ചേർന്നാണ് ആധുനിക മന്ദിരം പണി കഴിപ്പിച്ചത്. സാധാരണക്കാരിൽ സാധാരണക്കാർ പഠിക്കുന്ന തൃക്കുടിത്താനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്വകാര്യ സ്കൂളുകളോട് കിടപിടിക്കും വിധം മാറുമ്പോൾ നാടിന് മൊത്തം അഭിമാനം കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, തൃക്കുടിത്താനം സ്കൂളിനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, നിരവധി കുട്ടികൾ, സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠന സൗകര്യം ഒരുക്കുക എന്ന് പറയുന്നത് തികച്ചും അഭിനന്ദനീയമായ കാര്യമാണ്. കാരണം നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം ഉന്നതത്തിലേക്ക് പോകാമോ, പഠനത്തിൻ്റെ എല്ലാ വിശാലതകളിലേക്കും പോകുവാൻ അവരെ സഹായിക്കുന്ന ഒന്നായിട്ട് ഈ സ്കൂളിൻ്റെ പഠന മാധ്യമങ്ങൾ അല്ലെങ്കിൽ പഠന രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സാഹചര്യങ്ങളും അതിന് അനുകൂലമായിട്ട് വരികയാണ്. വിശാലമായ ക്ലാസ് മുറികൾ, അതുപോലെ മെസ് ഹോള്, അതുപോലെ ഓഡിറ്റോറിയംസ്, ക്ലാസ് റൂംസ്, അതുപോലെ ഹൈടെക്കാക്കി മാറിക്കൊണ്ടിരിക്കുന്ന ക്ലാസ് റൂമുകൾ, അതുപോലെ ലാബ് സൗകര്യങ്ങൾ എന്നുവേണ്ട എല്ലാ തരത്തിലും വികസനത്തിൻ്റെ ഒരു മേഖലയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്കൂള് ഇനിയും ചില കാര്യങ്ങൾ കൂടെ പൂർത്തീകരിക്കാനുണ്ട്. എങ്കിൽ പോലും വലിയ സന്തോഷമുണ്ട്. നമ്മുടെ സ്കൂളിന് ഇത്രയും കാര്യങ്ങൾ എന്നുവേണ്ട സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും മികച്ചതാക്കാൻ പരിശ്രമിക്കുന്ന നമ്മുടെ ഗവൺമെൻറ്റിനോട് തീർച്ചയായിട്ടും നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. നിലവാരം മെച്ചപ്പെട്ടതോടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് ഈ വർഷം കൂടുതൽ വിദ്യാർത്ഥികളെത്തിയായി സ്കൂൾ അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തുന്നു. തന്നെ ഗവൺമെന്റിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളൊക്കെ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എല്ലാം വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിൽ തൃക്കുടിത്താനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടി രൂപ മുടക്കി, കിഫ്ബി ഫണ്ടിൽ നിന്ന് 5 കോടി രൂപയും MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയും ഒക്കെ മുടക്കി ഈ സ്കൂളിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്കൂളിൽ നിന്നുണ്ട്. അത്യാധുനിക രീതിയിലുള്ള ലാബുകൾ നമ്മുടെ സ്കൂളിലുണ്ട്. അത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്കിപ്പോൾ നമ്മുടെ സ്കൂളിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ അഡ്മിഷൻ്റെ കാര്യത്തിൽ തന്നെ കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി നമ്മുടെ സ്കൂളിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗം പുത്തൻ കെട്ടിടത്തിലേക്ക് മാറിയതിന്റെ സന്തോഷം വിദ്യാർത്ഥികളും പങ്കുവച്ചു. ഞങ്ങൾക്ക് പുതിയ ക്ലാസ് റൂം വന്നു. ഞങ്ങൾ സൗകര്യമായിട്ട് ഇരുന്ന് പഠിക്കാനും എല്ലാം സൗകര്യം ടീച്ചേഴ്സ് ഞങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് പാലിക്കാനും ഞങ്ങൾക്ക് പുറത്തു പോയാലും എങ്ങനെ നിൽക്കണമെന്നും പിന്നെ ഞങ്ങൾക്ക് ടോയ്ലറ്റ് സൗകര്യം വന്നു. ഞങ്ങൾക്ക് നേരത്തെ ഒത്തിരി ശരിക്കും ബുദ്ധിമുട്ടിയായിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് അതിൽ ഏറെ സൗകര്യം ടീച്ചേഴ്സ് ഒരുക്കി തന്നെ ഞങ്ങൾക്ക് കൂടെ നിന്ന് ഗവൺമെൻറ് ഒരുക്കുന്ന എല്ലാ ആനുകൂല്യവും ഞങ്ങൾക്ക് തരുന്നുണ്ട്.
പിന്നെ 5 ലക്ഷം രൂപ മുടക്കി ഞങ്ങൾക്ക് ഒരു ബിൽഡിങ്ങും ഞങ്ങളുടെ സ്കൂളിൽ വന്നു. ഹൈസ്കൂൾ ഭവനത്തിൽ 22 സ്മാർട്ട് ക്ലാസ് റൂമും ഉൾക്കൊള്ളുന്ന ബഹുനില കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വിദ്യാലയത്തിൽ ഇന്ന് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ 332 വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബഹുനില കെട്ടിടത്തിൽ 22 സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് ഉള്ളത്. കൂടാതെ എല്ലാ വിഷയങ്ങൾക്കും ശാസ്ത്ര വിഷയങ്ങൾക്ക് ഉള്ള ലാബുകളും അതുപോലെ IT ലാബുകളും ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വാഷിംഗ് ഏരിയയും അതുപോലെ തന്നെ ഓരോ നിലയിലും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകം ടോയ്ലറ്റ് സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. സ്കൂളിലെ അധ്യാപകനായ സജീവ് PK മാതൃക അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ കുട്ടികളും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. സ്കൂളിന്റെ പുരോഗതിയിൽ രക്ഷകർത്താവ് എന്ന നിലയിലുള്ള സന്തോഷവും അദ്ദേഹം നമ്മോട് പങ്കുവച്ചു. തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിന്റെ തിലകക്കുറിയായി മാറിയിരിക്കുന്ന തൃക്കൊടിത്താനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ സ്കൂളിനെ കുറിച്ച് ഒരു രക്ഷിതാവെന്ന നിലയിൽ എനിക്ക് വളരെയേറെ പ്രതീക്ഷകളാണ് നിലനിൽക്കുന്നത്. കാരണം സർക്കാരിൻ്റെ അകമഴിഞ്ഞ ഒരു സമീപനം നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിനും സമീപ പ്രദേശത്തുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ എത്തിപ്പെടാൻ പറ്റാത്ത അത്ര മുകളിലേക്ക് പോകാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ സാങ്കേതിക സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് ഇത്രയും ഉദാത്തമായ ഒരു സമീപനത്തോടുകൂടി സർക്കാർ സമീപിച്ചിരിക്കുന്നത് നമുക്ക് വളരെ പ്രതീക്ഷാർഹമാണ്. കിഫ്ബിയിൽ നിന്ന് നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഈ സ്കൂളിൻ്റെ ഓരോ റൂമുകളും അതിൻ്റെ പൂർണ്ണമായ സാങ്കേതിക തികവോടുകൂടി നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹൈസ്കൂൾ ഭവനത്തിലെ മാറ്റത്തെക്കുറിച്ച് വിദ്യാർത്ഥികളും തങ്ങളുടെ അനുഭവം പങ്കുവച്ചു. ചങ്ങനാശ്ശേരി റെയിൽവേ ബൈപ്പാസ് ജംഗ്ഷനിൽ നിർമ്മിക്കാൻ പോകുന്ന ഫ്ലൈ ഓവറാണ് മണ്ഡലത്തിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറയേണ്ട മറ്റൊന്ന്. 90 കോടി രൂപയാണ് ഇതിനായി സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ അനുവദിച്ചിരിക്കുന്നത്. ഫ്ലൈ ഓവർ സാധ്യമായാൽ നഗരത്തിലെ തിരക്ക് കുറയ്ക്കാനാവും. കൂടാതെ ഹൈറേഞ്ചും ആലപ്പുഴയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമായ ചങ്ങനാശ്ശേരിയുടെ ജനങ്ങളുടെ യാത്ര കൂടുതൽ സുഗമമാക്കും. ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിലെ കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തി ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ റെയിൽവേ ജംഗ്ഷനിൽ ഫ്ലൈ ഓവർ പണിയാൻ വേണ്ടി 90 കോടി രൂപയാണ് പിണറായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. കിഫ്ബി വഴിയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബൈപ്പാസ് റോഡ് ആരംഭിക്കുന്ന ഇടിഞ്ഞിലം പ്ലായിക്കാട് ജംഗ്ഷൻ മുതൽ പാലാത്ര ചിറ വരെ ഈ ഒരു ഫ്ലൈ ഓവർ വഴി ഒരു തടസ്സവുമില്ലാതെ ദീർഘദൂര യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ ഏറ്റവും വലിയ ഗുണം. MC റോഡിന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചാൽ നമ്മുടെ അടൂര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നീളമുള്ള ഏറ്റവും നല്ല രീതിയിൽ പണി കഴിപ്പിച്ച ബൈപ്പാസാണ് ചങ്ങനാശ്ശേരി ബൈപ്പാസ്. ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് തടസ്സമില്ലാതെ സഞ്ചരിക്കുവാൻ, മാർഗതടസ്സമില്ലാതെ വളരെ പെട്ടെന്ന് ജനങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ വാഴ റോഡിന് മേളിൽ കൂടി, ചങ്ങനാശ്ശേരി വാഴ റോഡിന് മേളിൽ കൂടി ബൈപ്പാസിന് മേളിലായി ഒരു ഫ്ലൈ ഓവർ നിലവിൽ വരുന്നത്.
മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കിയിരിക്കുന്ന കവിയൂർ റോഡ് ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമാണ്. 33 കോടി രൂപയാണ് സർക്കാർ റോഡിനായി അനുവദിച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയെ പത്തനംതിട്ടയുമായി ബന്ധിപ്പിക്കുന്ന റോഡ് പായിപ്പാട് വഴിയാണ് കടന്നു പോകുന്നത്. കിഫ്ബി പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ ഏറ്റവും വികസനം കാഴ്ചപ്പാടിന് ഏറ്റവും പ്രയോജനകരമായ പദ്ധതിയാണ്. നമ്മുടെ ആരോഗ്യ മേഖലയിലായാലും പൊതു വിദ്യാഭ്യാസ രംഗത്തായാലും അതുപോലെ തന്നെ റോഡ് നിർമ്മാണ രംഗത്തായാലും ഏറ്റവും അധികം വികസനം നടപ്പിലാക്കാൻ സാധിച്ചത് കിഫ്ബി പദ്ധതിയിലൂടെയാണ്. പ്രത്യേകിച്ച് തൃക്കൊടിത്താനത്തെക്കുറിച്ച് പറയുമ്പോൾ കവിയൂർ റോഡ്, ബൈപ്പാസ് റോഡ് നമുക്ക് ഇതുകൊണ്ട് ഏറ്റവും പ്രയോജനകരമാണ്. തൃക്കൊടിത്താനം മഹാവൈഷ്ണവ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അനേകം വിനോദസഞ്ചാരികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നവരാണ്. അവർക്ക് ഈ റോഡ് വന്നാൽ തീർച്ചയായിട്ടും തിരുവല്ല പത്തനംതിട്ട ഭാഗത്ത് മെയിൻ റോഡിൽ ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ വരാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ റോഡ് വരുമ്പോൾ സ്കൂൾ വിദ്യാലയങ്ങൾ SH പോലെയുള്ള ഒട്ടേറെ സ്കൂളുകൾ, അതുപോലെ കവിയൂർ റോഡിൽ പത്തനംതിട്ട അയ്യപ്പ ശബരിമലയിലേക്ക് പോകാനുള്ള റോഡ്, ഇതൊക്കെ ഏറ്റവും പ്രയോജനകരമായി വരും. ചങ്ങനാശ്ശേരിയിൽ നടപ്പാക്കുന്നത് പൊതുഗതാഗത രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പുത്തൻ ഉണർവേകുന്ന പദ്ധതികളാണ്. ഇവയെല്ലാം പൂർത്തിയാകുമ്പോൾ ചങ്ങനാശ്ശേരിയെ കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക തന്നെയും. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ക്യാമറമാൻ ജെറിൻ ജോസിനോടൊപ്പം സുജു ടി ബാബു, റിപ്പോർട്ടർ. പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കോവളം നിയോജക മണ്ഡലം. വിനോദസഞ്ചാരികളുടെ എക്കാലത്തെയും ഇഷ്ടകേന്ദ്രമാണ് കോവളം തീരം. കോവളം തീരം ഉൾപ്പെട്ട നിയോജക മണ്ഡലത്തിൽ കിഫ്ബി വഴി വന്നെത്തിയ വികസന ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെ അടിമുടി മാറ്റങ്ങളാണ് മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. പാലവും റോഡും കുടിവെള്ള പദ്ധതിയും
ന് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു വലിയൊരു ഓഡിറ്റോറിയം 10,000-ഓളം പേർക്ക് തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഓഡിറ്റോറിയവും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൗകര്യമൊന്നും ഇതിനു മുൻപ് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പദ്ധതി വന്നതോടെ ഞങ്ങളുടെ സ്കൂളിന് വളരെ ഏറെ സൗകര്യം മെച്ചപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യവും 3 ബ്ലോക്കുകളിലായിട്ട്
ഗേറ്റും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഉള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത് മുഖേന ഞങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരിക്കുകയാണ്. ഇനിയും വരുന്ന വർഷങ്ങളിൽ ഇതിനേക്കാളും അധികം വർധനവുണ്ടായിരിക്കും. ഇപ്പോഴും തന്നെ കഴിഞ്ഞ വർഷത്തേക്കാളും കുട്ടികളുടെ എണ്ണം കൂടി. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിന് വളരെയധികം സൗകര്യങ്ങൾ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. കിഫ്ബിയുടെ ചിറകിലേറി പുതിയ തീരങ്ങൾ സ്വപ്നം കാണുകയാണ് കോവളം.